സങ്കടം സഹിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഓരോരോ മണ്ടത്തരങ്ങൾ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവുന്ന നമ്മുടെ പ്രാവുകളുടെ ഓരോ ലൈഫും കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോൾ പറയുന്നിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇവൻ കുറച്ച് അപകടകരമായതുകൊണ്ടും ഇവൻ മറ്റുള്ള പ്രാവുകളെ കൂട്ടിലടുപ്പിക്കാത്തത് കൊണ്ടും നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനും ഇവൻ്റെ പെണ്ണിനും പിടിച്ചിട്ട് ഈ കൂട്ടിൽ കൊണ്ടുവന്നിട്ടു. പകലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടത്. പെണ്ണിനെ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളിപ്പിടിയുടെ മുകളിൽ നിന്ന് പിടിച്ചപ്പോൾ കിട്ടി, നേരെ കൊണ്ടുവന്നിട്ടു. ഇവൻ മുട്ടയ്ക്ക് അടിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവിനെ പിടിക്കാണ്ട് മുട്ട ആദ്യം പതുക്കെ ഇതിൽ നിന്ന് എടുത്ത് ഇവിടെ ഈ പാത്രത്തിൽ കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട എടുക്കണ നേരത്ത് ഇവൻ കിടന്ന് വെപ്രാളം കാട്ടി കഴിഞ്ഞ് മുട്ട എടുത്ത് നോക്കിയപ്പോൾ എന്തെങ്കിലും ഉണ്ടായ ഒരു മുട്ട ചെറുതായിട്ട് ചിന്നൽ പറ്റി. ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല ചിന്നൽ പറ്റി. എൻ്റെ നഖം കൊണ്ടിട്ടാന്ന് തോന്നണേ, ചെറിയൊരു ചിന്നൽ പറ്റി. അപ്പോൾ തന്നെ മനസ്സ് ചത്തുട്ടാ. അങ്ങനെ രണ്ടാമത്തെ മുട്ട എടുത്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. പെൺപ്രാവ് ആണ് ഇപ്പോൾ അടിയിരിക്കുന്നത്. ആൺപ്രാവിൻ്റെ അടിയിൽ നിന്നാണ് ഇതിനെ മുട്ട എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചത്. പെൺപ്രാവാണ് കൊണ്ടുവന്നപ്പോൾ അടിയിരിക്കില്ല എന്ന് വിചാരിച്ചേ. പക്ഷേ മനസ്സ് ചത്തുപോയി. ഒരു 12 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ള മുട്ട ഇട്ടിട്ട്. രണ്ടിലും നല്ല റിസൾട്ട് ഉണ്ടായ മുട്ടയായിരുന്നു. ഇനി അത് വിരിയാൻ ചാൻസ് വളരെ കുറവാണ്. ആ മുട്ട കുറച്ച് പൊട്ടി, കുഴിയായിട്ട് പൊട്ടി, നല്ലോണം ചിന്നൽ പറ്റി. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ അങ്ങനെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ അറിയിച്ചോളാം. സമാധാനം പോയി. കാരണം ഇവരുടെ ആദ്യത്തെ മുട്ട ഞാൻ പറയില്ലേ, കുഞ്ഞുങ്ങളെ എലി എന്തോരം എടുത്തുകൊണ്ട് പോയി. രണ്ടാമത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയും ഒരബദ്ധം പറ്റി. നിൻ്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ്, എൻ്റെ ഈ കിടക്കുന്ന പ്രാവിൻ്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്. കാരണം നിങ്ങൾ മറ്റുള്ള പ്രാവുകളെ അടുപ്പിക്കണില്ല കൂട്ടിക്ക്. അടുപ്പിക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം നിന്നെ ഞങ്ങൾ പിടിച്ച് വെയിലിട്ടത്. കുഞ്ഞ് വിരിഞ്ഞതിന് നിന്നെ ഞങ്ങൾ അങ്ങോട്ട് ആവും. അപ്പോഴേക്കും അടിയിൽ ഞാൻ പെട്ടിയിലിട്ടണം, അവരത് സെറ്റ് ആവട്ടെ. അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ നിന്നോട് പറയുക. എൻ്റെ ഫേവറേറ്റ് പ്രാവാണിത്. എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് പ്രാവാണ് ഈ പ്രാവ്. അത്ര ഇഷ്ടമാണ്. പക്ഷെ എന്താ കാര്യം, ഇവർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഒരു മുട്ട വിരിയിച്ചെടുക്കുക. വേണ്ട, ഇതിൻ്റെ പാത്രം ഇപ്പോഴും തക്കാളിപ്പെട്ടിയിൽ അവിടെ തന്നെയാണ്. അതേപോലത്തെ നീലപാത്രത്തിൽ അതേ സെറ്റപ്പിൽ തന്നെ ആക്കി അടിയിരിക്കുന്നുണ്ട്. നിങ്ങൾ വിരിയില്ല എന്നുള്ളത് കമൻ്റ് അടിക്കുക. സാധാരണ മുട്ടകൾ വിരിയാറില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ. നിങ്ങൾക്ക് അങ്ങനെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഇത് കമൻറ്റിൽ അറിയിക്കട്ടെ. എനിക്കും അമ്മയ്ക്കും ആകെ വിഷമമായി. 2 കുഞ്ഞിനെ വിരിയിച്ച് എന്ത് കളറാവുന്നൊക്കെയുള്ള എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞങ്ങൾ. ഇവനെപ്പോലത്തെ ഒരു മുത്ത് വെള്ളയും ഇതേപോലെ മൊത്തം പാണ്ടായിട്ടുള്ള ഒരു കുഞ്ഞിനെ കിട്ടുന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരുന്നു. എല്ലാം പോയി. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഒരു കുഞ്ഞിൽ പ്രതീക്ഷയുണ്ട്, നോക്കാം നമുക്ക്.